ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന. 6-ാം ദിനം. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്നിടയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുന്ന ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരമുണ്ടാകുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവമഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംഭവം: പരിശുദ്ധ മറിയത്തിൻ്റെ 3-ാം വെളിപ്പെടുത്തൽ. സ്ഥലം: കോവാദായറിയ, പോർച്ചുഗൽ. ജൂലൈ 13, 1917. അന്ന് ലൂസിയയും ജസീന്തയും ഫ്രാൻസിസ്കോയും അവരോടൊപ്പം 6000-ഓളം ആളുകളും അവിടെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ കുട്ടികൾക്ക് മാത്രമേ ഇത്തവണയും സ്ത്രീ രൂപത്തെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നുള്ളൂ. ഞങ്ങളിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ലൂസിയ ചോദിച്ചു. നിങ്ങൾ അടുത്ത മാസവും 13-ന് ഇവിടെ വരണം. ലോകത്തിന് സമാധാനം ഉണ്ടാകുവാനും യുദ്ധങ്ങൾ അവസാനിക്കുവാനും ജപമാല രാജ്ഞിയുടെ സ്തുതിക്കായി നിങ്ങൾ മുടങ്ങാതെ ജപമാല പ്രാർത്ഥിക്കണം. കാരണം അവൾക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കുവാനാവുകയുള്ളൂ. അപ്പോൾ ലൂസിയ പറഞ്ഞു, നീ ആരാണെന്ന് ഞങ്ങളോട് പറയുക. ഞങ്ങൾക്ക് നീ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവരും മനസ്സിലാക്കുന്നതിന് ഒരടയാളം പ്രവർത്തിക്കുക. സ്ത്രീ മറുപടിയായി പറഞ്ഞു, നിങ്ങൾ മുടങ്ങാതെ എല്ലാ മാസങ്ങളിലും ഇവിടെ വരിക. ഒക്ടോബർ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ ആരാണെന്നും എൻ്റെ ആവശ്യം എന്താണെന്നും വെളിപ്പെടുത്താം. അന്ന് ഞാൻ ഒരടയാളവും പ്രവർത്തിക്കാം. അവൾ തുടർന്നു, നിങ്ങൾ പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സ്വീകരിക്കുക. എപ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾ സഹനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഓ ഈശോയെ, ഇതങ്ങേ സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനായും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോട് ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരമായും ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2 മാസങ്ങളിൽ ചെയ്ത പോലെ ആ സ്ത്രീ കൈകൾ തുറന്നു. അപ്പോൾ അതിൽ നിന്ന് 3-ാം തവണയും ഒരു വലിയ പ്രകാശം പുറപ്പെട്ടു. ആ പ്രകാശം ഭൂമിയെ ചൂഴ്ന്നിറങ്ങി. അഗ്നിയുടെ ഒരു മഹാസാഗരം പോലെ അത് കാണപ്പെട്ടു. ആ തീക്കടലിൽ കൂപ്പുകുത്തുന്ന കുറേ പിശാചുക്കളെയും പാപികളായ മനുഷ്യാത്മാക്കളെയും സുതാര്യമായി എരിയുന്ന കനൽക്കട്ട പോലെ അവർ ദർശിച്ചു. എല്ലാം കറുത്തിരുണ്ടതായും അല്ലെങ്കിൽ മിനുക്കിയ ചെമ്പ് പോലെയും ഒരു വലിയ അഗ്നിബാധയിൽ ഒഴുകി നടക്കുന്നത് അവർ കണ്ടു. ആ തീച്ചൂളയിൽ നിന്ന് വമിക്കുന്ന കറുത്തിരണ്ട പുകയും അതിൽ നിന്നുയരുന്ന വലിയ നിലവിളിയും വേദനയും നിരാശയും കുട്ടികളെ ഭയാക്രാന്തരാക്കി. കാരണം ആ കാഴ്ച അവർക്ക് വർണ്ണിക്കാവുന്നതിലും അപ്പുറം ഭീകരമായിരുന്നു. കുട്ടികളാകട്ടെ വലിയ ഉച്ചത്തിൽ നിലവിളിക്കുകയും അവിടെ കൂടിയിരുന്നവർ അവർക്കുണ്ടാകുന്ന വെളിപാടിനെക്കുറിച്ച് ആശ്ചര്യപ്പെടുകയും ചെയ്തു. പിശാചുക്കൾ ഭീകരമായ സത്വങ്ങളെ പോലെ തീക്കനലായി എരിയുന്നത് കുട്ടികൾ കണ്ടു.
കുട്ടികൾ സ്ത്രീയുടെ സഹായത്തിനായി നിലവിളിച്ചു. അപ്പോൾ അവൾ കരുണയോടെ എന്നാൽ വലിയ വൃഥയിൽ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പാപികളായ മനുഷ്യർ എത്തിച്ചെല്ലുന്ന നരകത്തെ നേരിൽ കണ്ടു. മനുഷ്യരെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഏവരിലും വളർത്താനായി പരിശ്രമിക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞവ സംഭവിച്ചു കഴിയുമ്പോൾ കുറേ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും എല്ലാവർക്കും സമാധാനം ലഭിക്കുകയും ചെയ്യും. യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു. എന്നാൽ മനുഷ്യർ ദൈവത്തെ എതിർക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വളരെ വലിയ ദുരന്തങ്ങൾ പയസ് 11 കാലത്ത് ഈ ലോകത്തിൽ നടമാടും. ഒരു അജ്ഞാതമായ പ്രകാശം ദർശിക്കുന്ന രാത്രി വരുന്നു. അത് ദൈവം മനുഷ്യനെ അവൻ്റെ ക്രൂരതകൾക്ക് ശിക്ഷിക്കാൻ പോകുന്നു എന്നതിന് അടയാളമായിരിക്കും. അപ്പോൾ വലിയ യുദ്ധങ്ങളും പട്ടിണിയും ഉണ്ടാകും. സഭാമാതാവിനെതിരെ പീഡനങ്ങൾ വർദ്ധിക്കും. ഇത് സംഭവിക്കാതിരിക്കാൻ റഷ്യ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടണം. എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും പാപപരിഹാരം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. ഇപ്രകാരം നടന്നാൽ റഷ്യ മാനസാന്തരപ്പെടുകയും എങ്ങും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാത്ത പക്ഷം റഷ്യ ലോകത്തെ പ്രഹരിക്കും. അവൾ ലോകത്തിൽ യുദ്ധങ്ങൾക്ക് വഴിവെക്കുകയും തിരുസഭയെ പീഡിപ്പിക്കുകയും ചെയ്യും. അനേകം നല്ല മനുഷ്യരുടെ രക്തം ചീന്തപ്പെടും. പരിശുദ്ധ പിതാവ് പോലും ഏറെ സഹിക്കേണ്ടി വരും. അനേകം രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടും. എന്നാൽ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം നേടും. അപ്പോൾ പരിശുദ്ധ പിതാവ് അവളെ എൻ്റെ നാമത്തിനു കീഴിൽ പ്രതിഷ്ഠിക്കും. അപ്പോൾ ഈ ലോകത്തിൽ സമാധാനം വീണ്ടും സംജാതമാകും. എന്നാൽ പോർച്ചുഗലിൽ വിശ്വാസം എന്നും സംരക്ഷിക്കപ്പെടും. ഈ സമയം സ്ത്രീയുടെ ഇടതുഭാഗത്തായി ആകാശത്തിൽ ഒരു മാലാഖയെ കാണപ്പെട്ടു. ആ മാലാഖയുടെ ഇടത് കൈയിൽ ഒരു അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു വാൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ മാലാഖ ഉറക്കെ പറഞ്ഞു, അനുതപിക്കുക, അനുതപിക്കുക, അനുതപിക്കുക. അപ്പോൾ കുട്ടികൾ വളരെ തീവ്രമായൊരു പ്രകാശം കണ്ടു. അത് ദൈവമായിരുന്നു. ആ പ്രകാശത്തിൽ അവർ കണ്ണാടിയിലെന്ന പോലെ ചില ദൃശ്യങ്ങൾ കണ്ടു. അതിൽ ധവള വസ്ത്രം ധരിച്ച ഒരു ബിഷപ്പ്, അത് പരിശുദ്ധ പിതാവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം മറ്റു മെത്രാന്മാരും വൈദികരും പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ കുത്തനെ ഉയർന്ന ഒരു മലയിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഒരു കുരിശ് കാണാമായിരുന്നു. ആ കുരിശ് ഒരു വളരെ പരുപരുത്ത തൊലിയോടുകൂടിയ കോർക്ക് മരം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. വഴിയിൽ അവർ ഒരു വലിയ നഗരത്തെ കടന്നുപോയി. അവിടെയുള്ള ആളുകൾ വളരെ ദുരിതത്തിലും ദുഃഖത്തിലും കാണപ്പെട്ടു. പരിശുദ്ധ പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മലമുകളിൽ കുരിശിന് താഴെയായി മൂട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഒരു പറ്റം സൈനികർ വെടിവെച്ചു. അദ്ദേഹം മരിച്ചു വീണു. പിന്നാലെ ബിഷപ്പുമാരും വൈദികരും പുരുഷന്മാരും സ്ത്രീകളും മരിച്ചു വീണു. കുരിശിൻ്റെ 2 കൈകൾക്കും താഴെയായി 2 മാലാഖമാർ കാണപ്പെട്ടു. അവർ കൈകളിൽ ഓരോ വിശുദ്ധ ജലം പേറുന്ന പാത്രമുണ്ടായിരുന്നു. അതിൽ രക്തസാക്ഷികളുടെ രക്തമുണ്ടായിരുന്നു. എല്ലാ ആത്മാക്കളെയും ഈ രക്തത്തിൽ നിമജ്ഞനം ചെയ്തു. അത് ആ ആത്മാക്കൾക്ക് ദൈവത്തിലേക്കുള്ള വഴി തുറന്നു. സ്ത്രീ പറഞ്ഞു, ഈ കണ്ടതൊന്നും ഇപ്പോൾ നിങ്ങൾ ആരോടും പറയരുത്. ഇനി മുതൽ ജപമാലയുടെ ഓരോ രഹസ്യവും ചൊല്ലിയതിനു ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകം അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ലൂസിയ ചോദിച്ചു, ഇനി ഞങ്ങൾ എന്താണ് വേണ്ടത്? സ്ത്രീ പറഞ്ഞു, ഇന്നത്തേക്ക് ഇത്രയും മതി. സുകൃതജപം. അമല മനോഹരിയായ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.